ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരിങ്ങ പച്ചയ്ക്ക് ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ തൊണ്ടയും വായും ഒക്കെ ചൊറിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് പുഴുങ്ങി ജ്യൂസ് അടിക്കാം എന്നുള്ള ഒരു ഇതായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു 2.5 കിലോയോളം ഉള്ള മുന്തിരിങ്ങയാണ്. അതൊരു 3 വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകി എടുത്തതാണ്. ഇത് നമ്മൾ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ ശേഷം ഈ മുന്തിരിങ്ങ ഒരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അതിലേക്ക് ഒരു ചെറിയൊരു കപ്പ് വെള്ളം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, ശകലം മതി. പിന്നെ നമ്മുടെ കുക്കറൊക്കെ അടച്ച് ഗ്യാസൊക്കെ ഓണാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3 വിസിലടുപ്പിക്കണം. വിസിലടിച്ച് ആവി പോയ ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കൂടെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ജ്യൂസ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തവി വെച്ചോ കൈ കൊണ്ടോ നന്നായി ഞെരടിയായാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ വന്ന നമ്മുടെ സത്ത് ഇത് നമുക്കൊരു മിക്സിയിലോട്ട് മാറ്റി കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുക്കാം. കാരണം അന്നേരം ഒട്ടും വേസ്റ്റ് പോകത്തില്ല, എല്ലാ സത്തും അതിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് അടിച്ചെടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് അരിപ്പയിലകത്ത് അരിച്ചെടുക്കാം. അപ്പം മുന്തിരിങ്ങയുടെ കുരു മാത്രമേ വേസ്റ്റായി പോവുകയുള്ളൂ. പിന്നെ ഇത് ഒട്ടും വെള്ളം ചേർത്ത് നമ്മൾ അടിക്കാത്ത കാരണം ഒരു ഗ്ലാസ്സിന് ഏതാണ്ട് ഒരു തവിയോളം ജ്യൂസ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചാരം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും വേസ്റ്റായിട്ടാണ് വരുന്നത് നമ്മുടെ 2.5 കിലോ മുന്തിരിങ്ങയ്ക്കകത്ത് നിന്ന്. അപ്പം നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിരുന്ന് ഒരാഴ്ചയോളം എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.